ഇന്ന് ജൂൺ 21. ലോകം മൊത്തവും നമ്മുടെ ഭാരതത്തെ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ സമുദ്രതീരം ഈ കൊല്ലം ജില്ലയുടെ പ്രകാശമാണ്. അപ്പോൾ ഒരു ചെറിയ സാഹചര്യത്തിൽ ഇത്രയും ആളുകളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കൊണ്ടുപോകുന്നത് വലിയ അത്ഭുതമാണ്. ഇതൊരു കുഞ്ഞു മെഴുതിരി പോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മെഴുതിരിക്കൊപ്പം തന്നെ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ടെക്നിക്ക് നമുക്ക് വേണം. നമ്മളെല്ലാവരും പ്രകാശമുള്ളവരാവേണ്ടവരാണ്. നമ്മുടെ സമുദ്രതീരത്തിലെ ചെയർമാൻ നമ്മുടെ റോബൽ സിംഗ് ഒരു പ്രകാശമാണ്. നിങ്ങളെല്ലാം ആ പ്രകാശത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ പ്രകാശം മാത്രം പോരാ, നമുക്ക് എന്ത് വേണം? ഒരു പൂക്കൾ കൂടി ആവശ്യമാണ്. അപ്പോൾ ഇനി യോഗയിലേക്ക് കിടക്കാം. താങ്ക് യു സർ. അപ്പൊ എന്താണ് യോഗ? യോഗ എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയാണ്. ഇതൊരു കൂട്ടുകുടുംബമാണ്. നമ്മുടെ സമുദ്രതീരം ഒരു കൂട്ടുകുടുംബമാണ്. അതൊരു യോഗയാണ്. അപ്പൊ ഈ പറയുന്ന ജൂബയിട്ട് കാലും കൈയും പൊക്കുന്നതൊക്കെ യോഗയാണെങ്കിലും വ്യത്യസ്തങ്ങളായ യോഗയുണ്ട്. അതിൽ പ്രധാനമായും കർമ്മയോഗ എന്നൊരു സംഭവമുണ്ട്. കർമ്മയോഗ. ആ കർമ്മയോഗയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ യോഗ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വ്യായാമം ചെയ്തതുപോലെ ആസനങ്ങളും ഒപ്പം തന്നെ കർമ്മം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഇവിടെ നടക്കുന്നത് കർമ്മയോഗ. ഒപ്പം തന്നെ ജ്ഞാനയോഗയുണ്ട്. നിങ്ങൾ ചികിത്സിക്കാൻ കാരണം ഡോക്ടർമാർ ഇവിടെ വരാറുണ്ട്. അവർ ഗൗരവമുള്ള ഡോക്ടർമാരാണ്. പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ ഇവിടെ ആംബുലൻസ് ഒക്കെ നടത്തുന്നുണ്ട്. അതെല്ലാം ഡോക്ടർമാരുടെ സഹായത്തോടെയൊക്കെ തന്നെ സേവിച്ചിട്ടുണ്ട്. അപ്പൊ അത് ജ്ഞാനയോഗയാണ്. അപ്പോൾ കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്. പിന്നെ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് രാജയോഗമാണ്. രാജ എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും രാജാക്കന്മാരെ പോലെയാണ് ഇവിടെ ഇരിക്കുന്നത്. നല്ല കുട്ടക്കന്മാരായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ രാജാവ് എന്ന് പറയുന്നത് മനസ്സാണ്. ദ കിങ്, മനസ്സാണ്. മനസ്സിലായി? അപ്പൊ മനസ്സിന്റെ ശാസ്ത്രമാണ് യോഗ. 1 ചെയ്ത് 2 എനിക്ക് കൈ മൈക്കിരിക്കുന്നുണ്ടാ. 2 3 4 ഇടുപ്പുണ്ട്. മലയാളികൾ എല്ലാവരും മലയാളികളല്ലേ? ഇംഗ്ലീഷ് ആയിട്ടില്ലല്ലോ. 5 6 7 8. ഇവിടെ നമ്മൾ ആദ്യം ഇടേണ്ടത് ഏതാണ്? ഏത് പദാണ്? താഴത്തത് ഏതാ? താഴത്തത് നിങ്ങൾ കാണുന്നുണ്ടോ? കാണാമോ? ഏതാ ഇടണ്ടേ? പച്ച ഇടട്ടെ? പച്ചയാണേ. അടുത്ത ഏതല്ലേ? മഞ്ഞ ഇടട്ടെ? മഞ്ഞയാണല്ലോ. ഓക്കെ ആണ്. ഇനി ഏതല്ലേ? അപ്പം എന്തൊക്കെ ആദ്യത്തെ അടിയിലെന്ത് വേണം? ആണല്ലോ. ഇങ്ങനെ വന്നേ. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇങ്ങനെ വരാൻ പാടുണ്ടോ? നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പൊ ഇവിടെയാണ് യോഗയുടെ പ്രസക്തി. കാര്യങ്ങൾ അടുക്കും ചിട്ടയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായ? യോഗ എന്ന് പറയുന്നത് എന്താണ്? കൂടിച്ചേരുക. എന്തെന്തിനോട് കൂടിച്ചേരണം? എന്തെന്തിനോടാണ് കൂടിച്ചേരുന്നത്? അപ്പൊ ഞാൻ നിങ്ങളുടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. പിടികിട്ടിയോ? വലിയ ഫിലോസഫി ഒന്നുമല്ല പറയുന്നത്, കുഞ്ഞു കാര്യങ്ങളാണ്. അപ്പൊ ഈ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും എല്ലാം ബാധകമായ കാര്യമാണ് യോഗ. യോഗ എന്ന് പറഞ്ഞാൽ യോഗം സമത്വമുച്ചതേ, നമ്മുടെ സംസ്കാരമാണ്. ആ സംസ്കാരം കൊണ്ടാണ് ഒരു വലിയ മനുഷ്യൻ ഇവിടെ നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയത്. അപ്പൊ മറ്റുള്ളവനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ കൂടിച്ചേരാണ്. നമ്മൾ ഒന്നാണെന്ന തോന്നലാണ്. മനസ്സിലാവും? അപ്പൊ ആ തോന്നലാണ്. ഇല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ ആയി പോകും. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇതുപോലെ തന്നെ ആകുമോ നമുക്ക് നോക്കാം. അപ്പൊ കാര്യങ്ങളെ അടുക്കും ചിട്ടയോടുകൂടി പഠിക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം ഒന്നുകൂടെ ചെയ്യാം. ഏതാ ഇടേണ്ടത്? ആദ്യം ഇടേണ്ടത് ഏതാ? പച്ചല്ലേ? അടുത്തത് ഏതാ? ഇനി അപ്പൊ വീണ്ടും നമുക്ക് നോക്കാം. കാര്യങ്ങൾ കൃത്യമായി വരുമോ നമുക്ക് നോക്കാം. വന്നോ? ഇല്ല. നിങ്ങൾ ധാരാളം പൂക്കളും പഴങ്ങളും എല്ലാം അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇഷ്ടംപോലെ പൂക്കൾ, ഇഷ്ടംപോലെ പഴങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു പ്രകാശ വലയം നിങ്ങളെ ആവരണം ചെയ്യുന്നു. നിങ്ങൾ വളരെ സന്തോഷത്തിലാണ്. വളരെ സന്തോഷം. ഒരു പ്രകാശ വലയം നിങ്ങളെ ഇങ്ങനെ ആവരണം ചെയ്യുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങൾ എല്ലാം അദ്ദേഹത്തിന് പങ്കുവയ്ക്കുന്നു.
അദ്ദേഹം എല്ലാം കേട്ടുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ വളരെ സന്തോഷത്തിലാണ്. വളരെ സാവധാനം സാവധാനം ആ വിശ്വാസത്തെ തിരികെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ശൂന്യമായ സിംഹാസനം കാണുന്നു. അതിമനോഹരമായ കൽമണ്ഡപം കാണുന്നു. അതിമനോഹരമായ പൂന്തോട്ടം കാണുന്നു. അതിമനോഹരമായ സമുദ്രതീരം കാണുന്നു. തിരമാലകളില്ലാത്ത ശാന്തമായ കടൽ. നമ്മുടെ മനസ്സാണത്. ശാന്തമായ മനസ്സ്, ശാന്തമായ കടൽ. സാവധാനം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നു. സാവധാനം ശരീരത്തിലേക്ക് വരുന്നു. റിലാക്സ്, റിലാക്സ്. നിങ്ങൾ നിങ്ങളുടെ അച്ഛന്മാരെ മനസ്സിൽ കാണുന്നു. നിങ്ങളുടെ പിതാമഹന്മാരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മാതാപിതാക്കന്മാരെ മനസ്സിൽ കാണുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഗുരുക്കന്മാരെ മനസ്സിൽ കാണുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മക്കളെ മനസ്സിൽ കാണുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സമുദ്രതീരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തുള്ള സകല ചരാചരങ്ങൾക്ക് നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കാം. വൺ എർത്ത്, വൺ ഹെൽത്ത്. ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി, നിങ്ങളെ വിഷമിപ്പിച്ചവർ, നിങ്ങളെ വേദനിപ്പിച്ചവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിരോധികൾ, നിങ്ങളുടെ ശത്രുക്കൾ, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തുള്ള സകല ചരാചരങ്ങൾക്ക് നന്മയും ഐശ്വര്യം. ടേക്ക് എ ഡീപ് ബ്രത്ത്. നന്നായി ശ്വാസം എടുത്തേ. ഡീപ് ബ്രത്ത്. ശ്വാസം പുറത്തേക്ക് വിട്ടേ. കൈകൾ നന്നായി കൂട്ടി ഉരസിക്കേ. കൈകൾ നന്നായി കൂട്ടി ഉരസിക്കേ.